ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുപേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സൈക്കോളജി 8, 9 ചാപ്റ്റേഴ്സാണ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും 2 വീഡിയോസായിട്ട് തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇനി നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലോട്ട് കടക്കാം. ചാപ്റ്റർ 8ൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. നാളെയാണ് സൈക്കോളജിയുടെ എക്സാമിനേഷൻ. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ചാപ്റ്റർ 8ൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പ്രോസസ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ പ്രക്രിയ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ: 1 പ്രിപ്പറേഷനാണ്, ഇൻക്യുബേഷനാണ്, 2 ഇല്യൂമിനേഷനാണ്, മറ്റൊന്ന് വെരിഫിക്കേഷൻ. ഈ പ്രോസസ്സുകൾ, ഈ 4 പ്രോസസ്സുകൾ, ഈ സ്റ്റേജുകൾ നന്നായിട്ട് പഠിക്കാതെ എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് എക്സ്പ്ലനേഷനോട് കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ്? ഓക്കെ. ബാരിയേഴ്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തെല്ലാമാണ്? അതും പഠിച്ചിരിക്കുക. പോയിന്റ്സ് പഠിക്കുക. 6 മാർക്കിന് ചോദിക്കാം. അപ്പം ഇത്രയും 8ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വിട്ട് കളയാതെ പഠിക്കുക. പറ്റുന്നവർ കംപ്ലീറ്റ് പഠിക്കുക. ഓക്കെ. അല്ലാത്തവർ ഇത് മാത്രം പഠിച്ചിട്ട് പോവുക, നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ചാപ്റ്റർ 9 അടുത്തത് 9ാമത്തെ ചാപ്റ്റർ. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ഒന്നാമത്തത് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ്റെ 2 തരങ്ങൾ. മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ എന്നുള്ളതാണല്ലോ ഈ ചാപ്റ്റർ. അപ്പോൾ അതിൽ മോട്ടിവേഷൻ്റെ ടൈപ്സ്: ബയോളജിക്കൽ മോട്ടീവ് ഉണ്ട്. 2 തരത്തിലുള്ള മോട്ടീവാണുള്ളത്. ഒന്ന് ബയോളജിക്കൽ മോട്ടീവ്, മറ്റൊന്ന് സൈക്കോളജിക്കൽ മോട്ടീവ്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ പഠിക്കുക. മറ്റൊരു ചോദ്യം 6 മാർക്കിനോ 5 മാർക്കിനോ വരാം. മാസ്ലോ തിയറി ഓഫ് ഹൈറാർക്കി നീഡ്. മാസ്ലോയുടെ ഹൈറാർക്കി നീഡ്, അത് ആ സ്റ്റേജുകൾ കറക്റ്റായിട്ട് പഠിക്കുക. അത് ഷുവറായിട്ടും വരും. തിയറീസ് ഓഫ് ഇമോഷൻ. ഇമോഷൻ്റെ തിയറി പ്രധാനമായിട്ടും 2 തിയറികളാണ് ഇമോഷൻ ഉള്ളത്. ലാംഗുമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ തിയറി മുന്നോട്ട് വെച്ചത്. അപ്പം ഇമോഷൻ്റെ 2 പ്രധാനപ്പെട്ട തിയറികളാണ്. 1 ജെയിംസ് ലാങ് തിയറിയും 2 കനോൻ ബാർഡ് തിയറിയും. ഒന്ന് ജെയിംസ് ലാങ്ങിൻ്റെ തിയറി, മറ്റൊന്ന് കനോൻ ബാർഡിൻ്റെ തിയറി. ഈ 2 തിയറി ഇമോഷൻ്റെ 2 തിയറീസാണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ. അതുപോലെ വേസ് ടു മാനേജിങ് നെഗറ്റീവ് ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസ് മാനേജ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ പോയിന്റ്സ് ആയിട്ട് പുസ്തകത്തിലുണ്ട്. അത് പഠിക്കുക. വാട്ട് ആർ ദ 3 ബേസിക് ഫോംസ് ഓഫ് കോൺഫ്ലിക്റ്റ്. 3 അടിസ്ഥാനപരമായ സംഘർഷങ്ങൾ, കോൺഫ്ലിക്റ്റിൻ്റെ 3 രൂപങ്ങൾ എന്തൊക്കെയാണ്? അതും പഠിക്കുക. അത് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കാം. പോയിന്റ്സ് മാത്രമാണെങ്കിൽ 3 മാർക്കിനാണെങ്കിൽ പോയിന്റ്സ് മാത്രം എഴുതുക. അപ്പോൾ ഓക്കെ. അപ്പോൾ 3 വീഡിയോസിലായിട്ട് നമ്മൾ +1 സൈക്കോളജിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ മറ്റ് 2 വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഡീറ്റെയിലായിട്ടുള്ള പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം എത്രമാത്രം നിങ്ങളുടെ സപ്പോർട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും അപ്ലോഡ് ചെയ്യുക. കാരണം സൈക്കോളജി അധികം ഒന്നും ഓപ്ഷൻ വരാത്ത ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒക്കെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതി. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.